കേരള സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങി. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കും? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രയാസമുള്ള സാധാരണക്കാർ അതത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുകളിലെത്തി സെക്രട്ടറിമാർക്ക് നേരിട്ട് അപേക്ഷ കൈമാറാവുന്നതാണ്. ആർക്കൊക്കെ ധനസഹായം ലഭിക്കും? കേരളത്തിൽ സ്ഥിര താമസക്കാരായ സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇതിന് അപേക്ഷിക്കാം. 35 വയസ്സ് പൂർത്തിയായവരും എന്നാൽ 60 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. റേഷൻ കാർഡിൽ അന്ത്യോദയ അന്നയോജന അതായത് മഞ്ഞ കാർഡ്, മുൻഗണനാ വിഭാഗം അതായത് പിങ്ക് കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കാണ് പദ്ധതി വഴി സഹായം ലഭിക്കുക. ആർക്കൊക്കെ ഈ ധനസഹായം ലഭിക്കില്ല? നിലവിൽ മറ്റ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയവ ലഭിക്കുന്നവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സർവീസ് പെൻഷനോ ഫാമിലി പെൻഷനോ വാങ്ങുന്നവരും അപേക്ഷിക്കാൻ അർഹരല്ല. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അപേക്ഷകയുടെ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ രേഖകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കണം. ഇവയൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യമാണെങ്കിൽ സർക്കാർ മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സാമ്പത്തിക പിന്നാക്കാവസ്ഥ തെളിയിക്കുന്നതിനായി റേഷൻ കാർഡ് നിർബന്ധമാണ്. തുക എങ്ങനെ ലഭിക്കും? തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നൽകുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ വ്യക്തമായി കാണുന്ന പാസ്ബുക്ക് പകർപ്പ് നൽകണം. ആധാർ വിവരങ്ങൾ നൽകുന്നതോടൊപ്പം ഭാവിയിൽ ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സമ്മതപത്രവും ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. കൂടാതെ നിലവിൽ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും സമർപ്പിക്കണം.